ആന്ധ്രാപ്രദേശിൽ ഗില്ലൻ ബാരെ സിൻഡ്രോം ബാധിച്ച് ഒരാൾ കൂടി മരണപ്പെട്ടു. 45 വയസ്സ് പ്രായമുള്ള കമലമ്മ എന്ന സ്ത്രീയാണ് രോഗബാധിതയായി മരണപ്പെട്ടത്. പ്രകാശം ജില്ലയിലെ കോമറോൾ മണ്ഡൽ സ്വദേശിയാണ് ഇവർ. ഗുണ്ടൂർ സർക്കാർ ജനറൽ ആശുപത്രിയിൽ ഞായറാഴ്ചയാണ് ഇവർ മരണപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച ശ്രീകാക്കുളം സ്വദേശിയായ 10 വയസ്സുകാരൻ ഗില്ലൻ ബാരെ സിൻഡ്രോം ലക്ഷണങ്ങളോടെ മരണപ്പെട്ടിരുന്നു. ഗിഡ്ഡല്ലൂർ സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് ഇവരെ ഗുണ്ടൂരേക്ക് എത്തിച്ചത്. ഫെബ്രുവരി 3 രോഗബാധ സ്ഥിരീകരിച്ച കമലമ്മയെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു പ്രവേശിപ്പിച്ചത്. ഫെബ്രുവരി 10 മുതൽ വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നതും. ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും ഞായറാഴ്ച 3 തവണ ഹൃദയാഘാതം സംഭവിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് 45-കാരിയുടെ അന്ത്യം. ഇതിന് പിന്നാലെ കമലമ്മയുടെ ഗ്രാമത്തിൽ ശുചീകരണ ജോലികൾ സർക്കാർ ഊർജിതമാക്കിയിരിക്കുകയാണ്. ജലമലിനീകരണമാണ് രോഗം പടരാനുള്ള പ്രാഥമിക കാരണമായി നിരീക്ഷിക്കുന്നത്. ചത്തതും അഴുകിയതുമായ ജീവികളുടെ ജഡം വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നതോടെയാണ് രോഗബാധയുടെ വ്യാപനം ജലത്തിലേക്ക് ഉണ്ടാകുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വലിയ രീതിയിലാണ് രോഗബാധ ജനങ്ങളെ വലച്ചത്. കാംബിലോബാക്ടർ ജജുനി എന്ന ബാക്ടീരിയയാണ് പൂനെയെ വലച്ച ഗില്ലൻ ബാരെ സിൻഡ്രോമിന് കാരണമായിട്ടുള്ളതെന്ന് കണ്ടെത്തിയിരുന്നു. വാക്സിൻ എടുത്തവരിലും രോഗബാധ ഉണ്ടെന്നതാണ് ഈ ബാക്ടീരിയ ബാധയുടെ അപകടം. പനി, ചുമ, മൂക്കൊലിപ്പ്, വയറുവേദന എന്നിവ അടക്കമുള്ളവയാണ് ഇതിൻ്റെ രോഗലക്ഷണം. ശരിയായ രീതിയിൽ പാകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുന്നതും കൃത്യമായ രീതിയിൽ പാസ്ചറൈസ് ചെയ്യാത്ത പാലുൽപ്പന്നങ്ങൾ, വൃത്തിയില്ലാത്ത കുടിവെള്ളം എന്നിവയിലൂടെയും രോഗം പടരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിശദമാക്കുന്നത്.